മന്ത്രിമാർ അഗ്നിപരീക്ഷണം നേരിടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇതുവരെയൊക്കെ നല്ല കടുത്ത മത്സരം നേരിടുന്നുണ്ടെങ്കിൽ പോലും ഒരു തരംഗമുണ്ടെങ്കിൽ മാത്രമേ ഇവരിൽ പലരും തോൽക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. അതല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചിലരെങ്കിലും കഷ്ടിച്ച് കടന്നുകൂടും, ചിലരെങ്കിലും അപ്രതീക്ഷിതമായി ഇപ്പോൾ കൊട്ടാരക്കരയിലൊക്കെ ചിലപ്പോൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതെ, അത് പക്ഷേ ഇക്കുറി എങ്ങനെയാണ് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് പക്ഷേ ലോക്സഭയിൽ സംഭവിച്ചതും കഴിഞ്ഞ തവണ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് 2021 ആകുമ്പോഴേക്കും. അത് ഈ മന്ത്രിമാരുടെ ഒരു കരിസ്മ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടായി. വേറൊരു കാര്യമുണ്ട് സാറേ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അങ്ങനെ പ്രവർത്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ഈ സുധാകർ ഋഷിയൊക്കെ കുറെ നാളൊക്കെ പോയിട്ട് അവസാനമാണ്. അല്ല, ഒരു കാര്യം എനിക്ക് പറയണം. അതായത് MLA മാർ പൊതുവെ പ്രതിപക്ഷത്തുള്ള MLA മാരാണെങ്കിലും അവർക്ക് ധാരാളം വികസന പദ്ധതികൾ എടുത്തു കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക്സ് ടു കിഫ്ബിയുടെ പദ്ധതികളാണ് മിക്ക പ്രതിപക്ഷ MLA മാരും എടുത്തു കാണിച്ചത്. മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് അവർ ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയത്. പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരിക, അത് ചർച്ചയാക്കണമെന്ന് വാശി പിടിക്കുക, അതാണ് കാര്യം. അത് കൂടുതൽ സമയം മന്ത്രിമാർക്ക് ആ മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആറന്മുളയുടെ കാര്യത്തിൽ വളരെ പ്ലസ് പോയിന്റ്. ഞാൻ പറയുന്നു, ആറന്മുളയിൽ ഭൗതികപരമായിട്ട് സ്ട്രക്ചറലായിട്ട് അവിടെ വികസനത്തിന് ചില കാര്യങ്ങൾ കാണാം, ചില കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നത് നിലനിർത്തിയാൽ പോലും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഫാക്ടറായിരിക്കും. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം വോട്ട് പെർസെൻറ്റേജ് വെച്ച് കുറഞ്ഞപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള പാർട്ടി മിഷണറീസ്, LDF മിഷണറീസ് ശക്തമായി സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത്. നമ്മളിപ്പോ ഏകദേശം 8-9 മണ്ഡലങ്ങളോളം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തല്ലേ ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറായിട്ട്. നിങ്ങളിപ്പോൾ ഓരോ മണ്ഡലങ്ങളെടുത്ത് ഇഴകേറി പരിശോധിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, എല്ലായിടത്തും എന്താ ശക്തമായ മത്സരം നടക്കുമ്പോൾ കൂടെ ഈ MLA മാർക്കും അല്ല ഇപ്പൊ പറഞ്ഞ MLA മാരല്ല മന്ത്രിമാരാണ്, മന്ത്രിമാർക്കെതിരെ ഒരു ആന്റി ഇൻക്യുമൻസി ഇല്ല. ആന്റി ഇൻക്യുമൻസി നമുക്ക് പറയാൻ പറ്റില്ല. ഈ മന്ത്രി മോശമാണ്, ഈ മന്ത്രി കൊള്ളൂല എന്ന ഇതേ അവസ്ഥയാണ് കേരളത്തിലെ LDF-ന് 99 MLA-മാരുടെ അവസ്ഥ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം, അതാണ് അവരുടെ മൂലധനം. അപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടായിരുന്നില്ലേ? That's a fact, സ്മൃതി. ഈ ഒരു പോയിന്റിനോട് അതായത് സ്മൃതി പറഞ്ഞതുപോലെ നമ്മൾക്കൊന്നും കണ്ടെത്താനാവാത്ത തരത്തിൽ ഒരു വലിയ അടിയൊഴുക്ക്, ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിമാരിൽ പലരും പരാജയപ്പെടും. പക്ഷെ അങ്ങോട്ട് തരംഗമില്ല എന്നുള്ളത് ഈവൻ കോൺഗ്രസിലെയും ലീഗിലെയും ആളുകൾ പോലും ഇപ്പൊ മനസ്സിൽ കരുതുന്നുണ്ട്. ഡോക്ടർ അരുൺ ആരെ വിളിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ KC വേണുഗോപാൽ, VD സതീശനോ അങ്ങനെയല്ല, 100-ലധികം സീറ്റുകൾ ഉണ്ടാക്കിയ ഒരു നേതാവ് പറഞ്ഞത് ഇങ്ങനെയാ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ളവർ വളരെ കൂട്ടത്തോടെ വന്ന് ഈ സർക്കാരിനെ മാറ്റണമെന്ന് പറഞ്ഞ് വിധി എഴുതിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഓൺ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെയല്ല. എനിക്കറിയാം, യാക്കോബായ വിഭാഗത്തിലെ വളരെ ശക്തമായ സ്വാധീനമുള്ള മേഖലയിലെ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഭൂരിപക്ഷം എടുത്തിരിക്കുന്ന തീരുമാനം LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യണം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, മലയാളിയുടെ ഒരു പൊതു സ്വഭാവം ഉണ്ട്. എന്താണ് 5 വർഷം കൂടുമ്പോൾ ആൾക്കാർ മാറട്ടെ എന്ന് പറയുന്നത്. 10 വർഷമായി മാറണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇത് മാറിക്കോളാം എന്ന് വിചാരിക്കുന്ന ചിലപ്പോൾ ഒരു ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ എല്ലാവരും 70 തുടങ്ങി 75 വരെ, 75 തുടങ്ങി 80 വരെ, 80 താഴെയായിരിക്കും ആരാധികാരത്തിൽ വന്നാലും എന്ന് പറയുന്നത്. മലബാറിലെ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ ആ റിയാലിറ്റി ഒരു വലിയ റിയാലിറ്റിയെ മറയ്ക്കുന്നുണ്ടെന്നാണ് എന്റെ പക്ഷം. ആ യാഥാർത്ഥ്യം വലിയ യാഥാർത്ഥ്യം. അതായത് ഈ പോപ്പുലിസ്റ്റ് MLA-മാരെ മറികടക്കാൻ കഴിയുമെന്നുള്ള റിയാലിറ്റി. വികസനം എന്നൊക്കെ പറയുന്നതിനപ്പുറമാണ് ആളുകളുടെ ജീവിത അവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് വേറെ തന്നെയാണ് പ്രതിഫലിക്കുക. അതാണ് ഈ തലനാരിഴയ്ക്ക് ഇപ്പൊ ഒരു മന്ത്രിക്കെതിരെ ഒരു ആക്ഷേപം ഉണ്ടാവുന്നത്. ഇപ്പൊ ജനങ്ങളുമായിട്ട് അടുത്ത് ഇപ്പം KSRTC പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണല്ലോ. പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇനി KSEB-യുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്താണല്ലോ KSEB-യുടെ പവർ കിട്ട് ലോഡ് ഷെഡിങ് ചർച്ച ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസ കാര്യം പറഞ്ഞു, ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസമെങ്കിലും പുസ്തകം കിട്ടാതിരിക്കാത്ത അധ്യാപകരില്ലാത്ത സമയം ഉണ്ടായിരുന്നു. എന്താണ് ജനങ്ങളുടെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്നു അതിലൊക്കെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തതാണ്. ഇനി ആൾക്കേട്ട് ബോറടിക്കും. എന്തായാലും 24 മണിക്കൂർ അല്ലേ? ഈ രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നാളത്തെ സമയം പോകും. അത് കുഴപ്പമില്ല. നിങ്ങളുടെയൊക്കെ ഉറക്കം എങ്ങനെയാ?
പൊതുവെ ഒരു നേതാക്കന്മാർക്ക് നേരെ നടക്കുന്നില്ല. ഞാൻ ഇപ്പോഴും 76 സീറ്റുകൾ മിനിമം LDF കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനൊരൊറ്റ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അത് അതാത് മണ്ഡലങ്ങളിലെ ജനപ്രിയ MLA-മാർ LDF-നെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മടുപ്പുണ്ടെങ്കിൽ അതിനെ മറികടക്കും എന്നുള്ളതാണ്. 76 അതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ. അതിൽ മന്ത്രിമാരുണ്ട്, അതിലൊരു 4 മന്ത്രിമാരുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മന്ത്രിമാരെല്ലാവരും വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് എന്റെ ടേക്ക്. ഓൺ മൈ റിസ്ക് ഞാൻ പറയുന്നത് അതാണ്. 76 എന്റെ 76 LDF 76. അല്ല സാർ, ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ ഒരു ആൻറ്റി ഇൻക്യുമെൻസ് അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, മൈനോറിറ്റി കൺസോൾട്ടേഷൻ നടന്നാൽ പോലും അത് ബാധിക്കുന്ന മണ്ഡലങ്ങൾ മലബാറിലെ മണ്ഡലങ്ങളാണ്. അത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സർക്കാർ അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? അല്ലല്ല, LDF സർക്കാരാണ് തുടർഭരണം. 70-നും 75-നും ഇടയിൽ ഒരു നമ്പറിലേക്ക് LDF വരാനുള്ള സാധ്യത ഞാൻ കാണും. ഇത് നമ്മൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും പക്ഷേ 90-ന് മുകളിൽ ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞത്, മൂന്നാമത്തെ പ്രാവശ്യം 90-ന് മുകളിൽ 90-ന് മുകളിലോ 90-ന് മുകളിലോ പോകുമെന്നാണ് സ്മൃതി വിശ്വസിക്കുന്നത്. ഇതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തതിലെ മീറ്റ് ദ എഡിറ്റേഴ്സിലെ എല്ലാ എഡിറ്റർമാരുടെയും അഭിപ്രായങ്ങൾ. അല്ല, നിങ്ങൾ നമ്പർ പറഞ്ഞു പോവാണോ? സ്മൃതി സുനിൽ എത്ര പറഞ്ഞു? 70-നും 75-നും ഇടയിൽ. അല്ല, ഞാൻ 75-76 ആണ്. 76 കിട്ടിയ അധികാരത്തിലേക്ക് വരാൻ അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു എന്താണ് എന്നുള്ളത്. അത് കഴിഞ്ഞ 10 വർഷമായിട്ടിരിക്കുന്ന ചില MLA-മാരുടെ ജനപ്രീതിയാണ് അതിന്റെ പ്രധാനപ്പെട്ട. അരുൺ സാറേ, നമ്മളൊക്കെ കാണാത്തൊരു അടിയൊഴുക്കുണ്ടെങ്കിൽ അത് കാണാലോ. ഈ ജനപ്രിയത ഭരണവിരുദ്ധ വികാരമില്ലെന്നൊക്കെ പറയുമ്പോൾ സ്മൃതിയുടെ ഒരു എനിക്കിങ്ങനെ ആവർത്തന വിരസത ഭയങ്കരമായി ബോറടിക്കും. അതാണ് ഈ ആവർത്തന വിരസത ബോറടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. എനിവേ, നമ്മൾ എന്തായാലും 48 മണിക്കൂറിനിടയിൽ വീണ്ടും. അല്ല സാർ, വേറൊരു കാര്യമുണ്ട്. നാളെ നമ്മൾ നമ്മുടെ ഓൺ-എയറിൽ പിന്നെ ഒരു QR കോഡ് കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ആൾക്കാർക്ക് പ്രതികരിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഒരു iPhone 5G തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5G അപ്പോൾ നാളെ ഓൺലൈനിൽ പ്രഡിക്റ്റ് ചെയ്യാം. നാളെ മറ്റന്നാൾ രാവിലെ 8 മണി വരെ പ്രഡിക്റ്റ് ചെയ്യാം. മറ്റന്നാൾ രാവിലെ 8 മണി വരെ പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും പ്രഡിക്റ്റ് ചെയ്യുക. രാഷ്ട്രീയമാണ്, നമുക്ക് വളരെ അധികം ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. വരുന്ന മണിക്കൂറുകളും ആഴത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളുണ്ട്.